കക്കാടി ചെനക്കൽ കൂട്ടായ്മ നടത്തുന്ന ഈ ഇഫ്താറിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് പറയാം. അൽഹംദുലില്ലാ, പിന്നെ വർഷങ്ങളായിട്ട് ജനക്കൽ കൂട്ടായ്മ എന്ന പേരില് നമ്മുടെ ഇവിടുത്തെ നമ്മള് നല്ലവരായ ചെറുപ്പക്കാര് അവര് നടത്തുന്ന ഇഫ്താർ സംഘമാണ്. ഇതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഒത്തൊരുമയോടുകൂടി ഉള്ള ഒരു പരിപാടിയാണ്. അൽഹംദുലില്ലാ, കക്കാടി ചെനക്കൽ കൂട്ടായ്മ നടത്തുന്ന ഇഫ്താർ സംഗമം, അതും ഇതുപോലെ നമ്മുടെ യുവാക്കളെ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെ. അപ്പൊ ഉസ്താദിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട്? നോമ്പ് ഉള്ളവർക്ക് നോമ്പ് തുറക്കാനും ചെനക്കൽ കൂട്ടായ്മയുടെ പ്രവർത്തകർ മുന്നിട്ട് വന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് പ്രശംസനീയമാണ്. അൽഹംദുലില്ലാ, കാലങ്ങളായി നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇക്ബാൽക്ക് നമ്മുടെ ചെനക്കൽ കൂട്ടായ്മ നടത്തുന്ന ഈ നോമ്പ് തുറനെ പറ്റി ഇക്ബാൽക്ക് എന്താണ് പറയുന്നത് ഒന്ന് പറയാമോ? സ്നേഹ സൗഹൃദ സംഗമമായി ഇത് മാറുകയാണ്. ഇത് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ചെനക്കൽ കൂട്ടായ്മയെ ഞങ്ങൾ നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുക. നമ്മളെ ചെനക്കൽ കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമത്തിനെ പറ്റി നമ്മളെ വാർഡ് മെമ്പർ സുജിൻ ചേച്ചിക്ക് എന്താ പറയുന്നത്? എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനം നല്ലൊരു മികച്ച പ്രവർത്തനമാണ് ചെനക്കൽ കൂട്ടായ്മ. നമ്മളെ ചെനക്കൽ കൂട്ടായ്മയുടെ നോമ്പ് തുറനെ പറ്റി അംസക്കാക്ക് എന്താ പറയാനുള്ളത് ഒന്ന് നമുക്ക് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം, നല്ല ആവശ്യമുള്ളതാണ്. എന്നും നിലനിൽക്കുന്ന അഭിപ്രായമാണ് എല്ലാ കൊണ്ടും. സെലിവിടൊക്കെ നമ്മുടെ ചെനക്കൽ കൂട്ടായ്മയുടെ നോമ്പ് തുറനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ, അതോടൊപ്പം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചെനക്കൽ കൂട്ടായ്മയിലെ ഞങ്ങളുടെ കൂട്ടുകാർ, ഇവരുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും മാത്രമാണ് ഈ പരിപാടിയുടെ വിജയിപ്പിക്കാനും ഇവിടെ ഒരുക്കാനും സാധിച്ചിട്ടുള്ളത്. നമ്മളെ ചെനക്കൽ കൂട്ടായ്മയുടെ ഇഫ്താറിനെ കുറിച്ച് നമ്മളെ KT സോങ് എന്താണ് പറയാനുള്ളത്? പരിപാടി എങ്ങനെയുണ്ട്? കൂട്ടായ്മ വർഷാവർഷം ഓണാഘോഷമായാലും നബിദിന പരിപാടി ആയാലും നോമ്പുതുറ ആയാലും വർഷാവർഷം നടത്തി വരുന്ന ഓരോ വർഷവും മികച്ച ഈ കൂട്ടായ്മയുടെ വിജയമാണ്. എന്ത് പരിപാടി ഇവിടെ അനൗൺസ് ചെയ്താലും അത് വൻ വിജയമായിട്ടാണ് അവസാനിക്കാറുള്ളത്. എങ്ങനെ നമ്മളെ ഇപ്പോഴത്തെ യുവാക്കളെ നോമ്പുതുറന്റെ പരിപാടിയുമായി എങ്ങനെ നല്ലൊരു പരിപാടിയാണ്. നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതേപോലെ നടത്താനൊന്നും നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിനൊക്കെ നല്ല നാട്ടുകാർ എല്ലാവരും ഒന്നിച്ച് നടത്തുന്ന ഈ ഒരു ഇഫ്താറിന്റെ പരിപാടിയിൽ നമ്മളെ കാര്യപ്പെട്ടവര് അയൽവാസികൾ. അപ്പോൾ ഇവര് നിങ്ങൾക്ക് എന്താണ് റഷ്യാക്കാൻ ഇതിനെ പറ്റി സംസാരിക്കാനുള്ളത് പറഞ്ഞാൽ? നമ്മുടെ ഈ ചെനക്കൽ പ്രദേശത്ത് വർഷങ്ങളായി നടത്തി വരുന്ന ഒരു ഇഫ്താർ സംഗമമാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ എല്ലാവരും ഒത്തൊരുമിപ്പിച്ച് ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദി കൂടിയാണ്. സാഹിബിനെ കൈമാറും. സുഹൃത്തുക്കളാണ് ജാതി എന്താ ഭേദം ഒന്നും നോക്കാണ്ട് ഒറ്റക്കെട്ടായി യുവാക്കൾക്കും എല്ലാത്തരം ജനങ്ങൾക്കും എൻ്റെ അഭിവാദ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ താങ്ക്സ്. ചെനക്കൽ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ ആശംസകൾ അറിയിക്കും. താങ്ക്സ്. ഇന്നത്തെ ഇഫ്താറിൽ പങ്കെടുത്തിട്ടുണ്ട് കൂട്ടായ്മയാണ്. കാരണം എപ്പോഴും നമ്മൾ എല്ലാവരും പങ്കെടുത്തൊരു മനോഹരമായ ഇഫ്താറായിരുന്നു ഇന്നിവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതേമാതിരിയുള്ള അനുഭവങ്ങൾ ഒരു പ്രത്യേക അനുഭവങ്ങളാണ്. കാരണം അത് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് നോമ്പറക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു. കാരണം എല്ലാവരും നല്ലൊരു ഐക്യത്തോടെ അപ്പൊ ഇതേമാതിരിയുള്ള കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ ചങ്ങായിമാരെ നോമ്പ് തുറനെ പറ്റി കുട്ടൻ എന്താ പറയാനുള്ളത്? നമ്മളെ എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം അടിപൊളിയായിട്ട് പൊളിച്ചു. നമ്മുടെ വ്യൂവേഴ്സിനോട് ചെനക്കൽ കൂട്ടായ്മയുടെ പ്രവർത്തനം സലാമിന് എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. പരിപാടി നടത്തണം അതിന് പറയാനുള്ളത്. അടിപൊളി. അപ്പൊ എന്താ സ്ഥിതി? അപ്പൊ നമ്മളെ ഇഫ്താർ ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷം ജനക്കുള്ള ശക്തി എല്ലാവർക്കും ആയുസ് ആരോഗ്യം കൊടുക്കാനുള്ള പ്രാർത്ഥനയോടെ